രാജ്യതലസ്ഥാനത്തെ ഞെട്ടിക്കുന്ന തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ച് മുൻ ആം ആദ്മി പാർട്ടി നേതാവും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൺ. ഡൽഹിയിലെ പാർട്ടിയുടെ പരാജയത്തിന് കാരണക്കാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് പ്രശാന്ത് ഭൂഷന്റെ ആരോപണം. ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിന്റെ തുടക്കമെന്നാണ് തോൽവിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2015 AAPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷൺ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയെ അതിന്റെ സ്ഥാപക തത്വങ്ങളിൽ നിന്ന് ഗതി മാറ്റി വെറുമൊരു അഴിമതി പ്രസ്ഥാനമായി ചുരുക്കിയെന്നും ഭൂഷൺ ആരോപിച്ചു. സുതാര്യത, ഉത്തരവാദിത്തം, ബദൽ രാഷ്ട്രീയം എന്നിവയിൽ ഊന്നിയുള്ള AAPയുടെ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിച്ചുവെന്നാണ് എക്സ് പോസ്റ്റിലൂടെ ഭൂഷൺ ആരോപിക്കുന്നത്. ബദൽ രാഷ്ട്രീയത്തിനായി രൂപീകരിച്ച ഒരു പാർട്ടി സുതാര്യവും ഉത്തരവാദിത്തവും ജനാധിപത്യപരവും ആയിരിക്കണമെന്ന് കരുതിയിരുന്ന ആ പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ അതിവേഗം പരമോന്നത ആധിപത്യത്തിലൂടെ സുതാര്യമല്ലാത്തതും അഴിമതി നിറഞ്ഞതുമായ ഒരു പാർട്ടിയായി മാറ്റിയെന്ന പ്രശാന്ത് ഭൂഷൺ എക്സ് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ചു. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ AAPക്ക് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ശ്രീഷ് മഹൽ വിവാദവും പ്രശാന്ത് ഭൂഷൺ എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വസതി പുതുക്കി പണിയാൻ കെജ്രിവാൾ പൊതുപണം ഉപയോഗിച്ചുവെന്ന ആരോപണമാണ് ഇത്. തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമായി പ്രതിപക്ഷമായ കോൺഗ്രസും BJPയും ഇത് ഉയർത്തിക്കാട്ടിയിരുന്നു. തനിക്കായി 45 കോടി രൂപ മുടക്കി ശീഷ് മഹൽ നിർമ്മിച്ച ആഡംബര കാറുകളിൽ യാത്ര തുടങ്ങി. AAP രൂപീകരിച്ച വിദഗ്ധ സമിതികളുടെ 33 വിശദമായ നയ റിപ്പോർട്ടുകൾ അദ്ദേഹം ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞു. സമയമാകുമ്പോൾ പാർട്ടി ഉചിതമായ നയങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുവെന്ന് പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. നേരത്തെ സാമൂഹ്യ പ്രവർത്തകരും അരവിന്ദ് കെജ്രിവാളിന്റെ സഹപ്രവർത്തകനുമായിരുന്ന അണ്ണാ ഹസാരെയും സമാനമായ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കെജ്രിവാളിന്റെ മുൻ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടി അണ്ണാ ഹസാരെ അദ്ദേഹത്തെ പരിഹസിച്ചു. കോടികളുടെ വീട്ടിൽ കഴിയുന്നതല്ല, സമൂഹത്തിനു വേണ്ടി നല്ല പ്രവൃത്തി ചെയ്യുന്നതാണ് യഥാർത്ഥ സന്തോഷം നൽകുന്ന കാര്യമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഡൽഹിയിൽ ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ടെത്തിയ AAPക്ക് വൻ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം BJP വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചതിന് പകുതി സീറ്റ് പോലും ഇക്കുറി നേടാൻ AAPക്ക് കഴിഞ്ഞില്ല. ഇതിനു പിന്നാലെയാണ് AAPക്കെതിരെയും നേതൃത്വത്തിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെയും ചോദ്യമുനകൾ ഉയരുന്നത്. ഇന്ത്യ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് തോൽവിക്ക് കാരണമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ തുറന്നടിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ശക്തിയെക്കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിച്ചതാണ് BJP വിജയിക്കാൻ കാരണമായതെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തും അഭിപ്രായപ്പെട്ടു. AAPയെയും കോൺഗ്രസിനെയും പരിഹസിച്ച് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കുറച്ചുകൂടി പോരാടൂ, മനസ്സു നിറയെ പോരാടൂ, പരസ്പരം അവസാനിപ്പിക്കൂ എന്നെഴുതിയ മീം ആണ് ഒമർ അബ്ദുള്ള എക്സിൽ പങ്കുവച്ചത്. ഇതിന് തലക്കെട്ടായി നിങ്ങൾ തമ്മിലടി തുടരൂ എന്നും അദ്ദേഹം എഴുതി. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് BJPക്ക് ജയിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു. അതേസമയം 100ഓളം വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയിച്ചു കയറിയത് 5 വനിതകൾ മാത്രമാണ്. ഇതോടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞ നിയമസഭയുമായി ഇത്തവണത്തേത്. വിജയിച്ചവരിൽ 4 പേർ BJP അംഗങ്ങളും ഒരാൾ AAP സ്ഥാനാർത്ഥിയുമാണ്. AAPയുടെ വിജയിച്ച ഏക വനിതാ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായിരുന്ന അതിഷിയാണ്. സ്ത്രീകളുടെ അംഗബലം കുറവാണെങ്കിലും ഡൽഹിയുടെ ഭരണചരിത്രത്തിൽ നിർണായക പങ്ക് സ്ത്രീകൾക്കുണ്ട്. ഇതുവരെ 3 വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. 1998 BJPക്ക് അധികാരം ലഭിച്ചപ്പോൾ സുഷമ സ്വരാജിനായിരുന്നു പാർട്ടി മുഖ്യമന്ത്രി കസേര ഏൽപ്പിച്ചത്. പിന്നാലെ 98 മുതൽ 2013 വരെ തുടർച്ചയായ 15 വർഷം കോൺഗ്രസ് നേതാവായ ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായി ചരിത്രം കുറിച്ചു. മദ്യനയ കേസിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതോടെ വീണ്ടും മുഖ്യമന്ത്രി കസേര മറ്റൊരു വനിതയെ തേടിയെത്തി. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി മാറുകയായിരുന്നു അതിഷി.